കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ അത്തോളി മുതൽ കൂമുള്ളി വരെയുള്ള റോഡ് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധത്തിൽ തകർന്നു കിടക്കുകയാണ്. മണിക്കൂറുകളോളമാണ് ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നത്. PWD വകുപ്പിന് കീഴിലുള്ള ഈ സംസ്ഥാന പാതയിൽ ജൽജീവൻ മിഷന് കുഴിയെടുത്തതോടെയാണ് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോയത്. സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് സാനിയോ മനോമി. വഴിയിലെ കുഴിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റു വകുപ്പുകൾ കാണിക്കുന്ന അനാസ്ഥ അതുകൂടി ഈ വഴിക്കൊക്കെ കുഴിയിൽ എത്തിക്കുന്നുണ്ട്, വഴിയെ കുഴിയാക്കി മാറ്റുന്നുണ്ട് എന്ന് നിയമസഭയിൽ സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യമാണോ സാനിയോ ഇപ്പോൾ നിൽക്കുന്ന വഴിയിലുള്ളത്? ഈ വഴിയിൽ ആ സാഹചര്യവുമുണ്ട്. കാരണം ജൽജീവൻ മിഷന് കുഴിയെടുത്തപ്പോഴുള്ള പ്രദേശമാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അപ്പുറത്തെ വശത്ത്. പക്ഷേ അതേസമയം ഈ റോഡ് നന്നാക്കിയിട്ട് ഒരുപാട് കാലമായി. റോഡിൽ ഒരിടത്തും ടാറ് പോലും കാണാത്ത വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വലിയ ഗുരുതരമല്ലാത്തതിന് കാരണമെന്ന് പറയുന്നത് മഴയില്ലാത്തത് കൊണ്ടാണ്. മഴയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മുഴുവൻ വെള്ളം കെട്ടിനിന്ന് ബൈക്ക് യാത്രികരൊക്കെ വെള്ളത്തിലേക്ക് വീഴുകയും അത്തരം സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു റോഡാണിത്. ഇന്നലെ രാത്രിയും ഞാനിതിൽ പോയിരുന്നു. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആളുകൾ നിന്നുകൊണ്ട്, ഈ പ്രദേശത്തെ ആളുകൾ നിന്നുകൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സംസ്ഥാന പാതയാണ്, നല്ല തിരക്കുള്ള റോഡാണ്. ഇന്നലെയൊക്കെ ഇവിടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായതിന് ശേഷമാണ് ആളുകൾക്ക് ഇതിൽ വണ്ടിയുമായി പോകാൻ തന്നെ കഴിഞ്ഞതെന്ന് വേണം പറയാൻ. ഇപ്പോൾ പക്ഷേ മഴയില്ലാത്തതുകൊണ്ട് വലിയ പ്രയാസമില്ല. എന്നാൽ പകലായതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് പോകാനാകുന്നുണ്ട്. നമുക്കിവിടെ പ്രതികരണം എടുക്കാൻ ആളുകൾ ഉണ്ടാവില്ല. കാരണം എല്ലാവരും നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ആളുകൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. വർഷങ്ങളായി ഇങ്ങനെ തന്നെ കിടക്കുന്നു. അതിന് പുറമെ ജൽജീവൻ മിഷൻ്റെ കുഴിയും കൂടി എടുത്തതോടെ റോഡിൻ്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായി മാറിയിരിക്കുകയാണ്. ദിവസവും ഇവിടെ നിരവധി ആളുകൾ വീണ് പോവുക, അതായത് ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ വീഴുന്ന സാഹചര്യം അങ്ങനെയൊക്കെയുണ്ട്. ഇന്നലെ ഒരു വലിയ കുഴിയിലേക്ക് ഒരു കാറിൻ്റെ ടയർ താഴ്ന്നു പോയതുകൊണ്ട് തന്നെ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒരു സംസ്ഥാന പാത എന്ന് പറയുമ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് വടകര വഴി അല്ലാതെ കണ്ണൂരിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് അത്തോളി മുതൽ കൂമുള്ളി വരെയുള്ള ഭാഗത്താണ് കൂടുതലായും ഇങ്ങനെ റോഡ് തകർന്നു കിടക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ റോഡിന് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രയധികം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഏതായാലും മഴ പെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ ഒരു അപകടകരമായ അവസ്ഥ കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല നാട്ടുകാർ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ ചാലുകളൊക്കെ ഉണ്ടാക്കി വെള്ളം അതിൽ തിരിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷേ ഇതൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കുളമാകുമെന്നതിന് സംശയമില്ല. ആ ബസ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ബസ് ഒരു വഴിയിലൂടെ, ഒരു ടാറിട്ട റോഡിലൂടെ വരുന്നത് പോലെ അല്ല വരുന്നത്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് കൂടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രധാനപ്പെട്ട വഴിയാണ്. മണിക്കൂറുകളോളം ഈ റോഡിൽ ആളുകൾ ബസ്സടക്കം കാത്തു കെട്ടിക്കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം മഴ പെയ്താൽ അതേ അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മളോട് ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആളുകൾ പറയുന്നുണ്ട്, ഇതെന്തായാലും കൊടുക്കൂ, ഞങ്ങൾ കുറേ കാലമായി അനുഭവിക്കുന്നു എന്നൊക്കെ. പക്ഷേ അവർക്ക് നിർത്തിയിടാനുള്ള നിർവാഹമില്ല. കാരണം പുറകിൽ ഒരുപാട് വണ്ടികൾ വരും, വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിർത്തിയിടാനുള്ള നിർവാഹമില്ലാത്ത വാർത്ത കൊടുക്കൂ എന്നൊക്കെ. അതെ, കണ്ടാൽ തന്നെ അറിയാം ആ വാഹനങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒരു 40-നപ്പുറം സ്പീഡ് എടുക്കാനൊന്ന് കൊതിച്ചായിരിക്കും ആളുകളൊക്കെ ആ വണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എത്ര നല്ല വണ്ടിയാണെങ്കിലും 40-നപ്പുറം ഓടിക്കാൻ പറ്റില്ല, സ്പീഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ സാനിയോ? വലിയ കഷ്ടമാണ്. കാരണം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വഴിക്ക് പോയതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല അനുഭവമുണ്ട്. ഇന്നലെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ഒരു വലിയ കുഴിയുണ്ടായി. ആ കുഴിയിൽ ഒരു കാറിൻ്റെ ടയർ താഴ്ന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ ബ്ലോക്ക് ഉണ്ടായി. പെരുമഴയത്ത് വീട്ടിലേക്ക് പോയ വഴിയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സാനിയോ ഈ കുഴിയെല്ലാം എണ്ണിയാണ് സാനിയോയുടെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് പോയത്.